ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച 2017 നടന്ന സംഭവം. മാസങ്ങൾ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ആ കേസ് ഇന്ന് ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന ട്വിസ്റ്റുള്ള കേസിൽ കേരളം ഉറ്റുനോക്കുന്ന വിധി. 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവിധി ഇന്ന് വരികയാണ്. നീതിക്കരികിലാണ് ആ അതിജീവിത. 2017 അർദ്ധരാത്രിയിൽ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെയാണ് നടി ആക്രമിക്കപ്പെട്ടത്. എന്താണ് അന്നു മുതൽ ഇന്ന് വരെ ആ കേസിൽ സംഭവിച്ചത്? കേസിന്റെ നാൾ വഴിയിലൂടെ ഒന്ന് പോയി വരാം. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണി കൊച്ചി നഗരത്തിൽ ഓടുന്ന കാറിൽ നടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി. പൾസർ സുനി എന്ന സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിൽ. ആക്രമിക്കപ്പെടുമ്പോഴുള്ള ദൃശ്യങ്ങളും സുനി പകർത്തി. ആക്രമണം നടത്തുമ്പോഴും ദൃശ്യങ്ങൾ പകർത്തുമ്പോഴും നടി ഇതൊന്നും പുറത്തു പറയില്ല എന്നതായിരുന്നു സുനിക്ക് കൊട്ടേഷൻ കൊടുത്തയാൾ അറിയിച്ചിരുന്നത്. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട അതിജീവിത അന്നത്തെ MLA PT തോമസിൽ അഭയം തേടുകയായിരുന്നു. സംഭവത്തിൽ PT തോമസ് ഇടപെട്ടതോടെ നടി പോലീസിൽ പരാതിപ്പെടാൻ തയ്യാറായി. നടിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും കണ്ടെത്തി. കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഫെബ്രുവരി 19 ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ നിന്നും പോലീസിന്റെ പിടിയിലായി. കേസിൽ ആദ്യം മുതലേ നടൻ ദിലീപിന്റെ പേരുകൾ ഉയരുന്നുണ്ടായിരുന്നെങ്കിലും മതിയായ തെളിവില്ലാത്തത് കൊണ്ട് മാത്രം അത് വെറും ആരോപണം മാത്രമായി. അതേസമയം കൊച്ചിയിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ ചേർന്നു. അതിൽ ദിലീപും പങ്കെടുത്തു. ഫെബ്രുവരി 20 പ്രതികളിൽ ഒരാളായ കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട്ടു നിന്നും പിടികൂടി. ഫെബ്രുവരി 23 കേസിലെ ആദ്യത്തെ നിർണായക നീക്കം. നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ പൾസർ സുനിയെ പോലീസ് കോടതി മുറിക്കുള്ളിൽ നിന്നും പിടികൂടി. ഏപ്രിൽ 18 സുനിയെ 1-ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആരോപിതനായ നടന്റെ പങ്ക് ആദ്യം മുതലൊക്കെ ഉയർന്നെങ്കിലും ശക്തമായ തെളിവില്ലാത്തത് കൊണ്ട് മാത്രം കേസിൽ വിലങ്ങ് തടിയായി. എന്നാൽ ജയിലിൽ കഴിയവേ ദിലീപുമായി സുനി ബന്ധപ്പെട്ടതും സുനിയുടെ സുഹൃത്ത് ദിലീപിന് കത്തയച്ചതും കേസിൽ നിർണായകമായി. തുടർന്ന് ജൂൺ 28 ദിലീപിനെ മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തി. ദിലീപ് നായകനായി അഭിനയിച്ച ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചു. പിന്നാലെ കേസിലെ അടുത്ത നിർണായക നീക്കം. 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ദിലീപിനെ 85 ദിവസത്തേക്ക് ജയിലിൽ അടച്ചു. കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ തെളിവ് നശിപ്പിച്ചതിന് സുനിൽകുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിൽ ആകെ പ്രതികൾ 9 ഓഗസ്റ്റ് 15 അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ദിലീപിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സെപ്റ്റംബർ 2 കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദിലീപിന് അച്ഛന്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു. നവംബർ 22 കേസിൽ ദിലീപിനെ 8-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 2018 ജനുവരിയിൽ കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത കോടതിയെ സമീപിച്ചു. തുടർന്ന് 2018 ഫെബ്രുവരി 25 അന്നത്തെ സ്പെഷ്യൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസിനെ വിചാരണകൾ കേൾക്കാൻ ഹൈക്കോടതി നിയമിച്ചു. 2017 ഉണ്ടായ ആക്രമണത്തിന് 3 വർഷത്തിന് ശേഷം വിചാരണ ആരംഭിച്ചു. അടച്ചിട്ട കോടതിയിൽ ആദ്യം നടിയെ വിസ്തരിച്ചു. ദിലീപ് ഉൾപ്പെടെ പ്രതികളും ഹാജരായി. എന്നാൽ സാക്ഷി വിസ്താരത്തിനിടെ 22 സാക്ഷികളാണ് അന്ന് കൂറുമാറിയത്. 2020 നവംബർ 20 വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള നടിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. പിന്നാലെ ആദ്യം ചുമതലപ്പെടുത്തിയ പ്രോസിക്യൂട്ടർ കേസിൽ നിന്നും പിന്മാറി. 2021 മാർച്ച് 1 കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. വിചാരണ 6 മാസത്തേക്ക് കൂടി നീട്ടി സുപ്രീം കോടതി ഉത്തരവിട്ടു. 2021 ഡിസംബർ 17 സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിച്ചു. 2021 ഡിസംബറിൽ അടുത്ത നിർണായക നീക്കം. ബാലചന്ദ്രകുമാർ എന്ന സംവിധായകന്റെ മൊഴി. ദിലീപിന്റെ വീട്ടിൽ വെച്ച് സുനിയെ കണ്ടെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകി. പിന്നാലെ കോടതി അനുമതിയോടെ ദിലീപിനെതിരെ വീണ്ടും തുടരന്വേഷണം. 2022 ജനുവരി 22 അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട വിചാരണ വീണ്ടും 3 മാസം കൂടി നീട്ടി. 2022 ജൂലൈ 18 കേസിൽ 3-ാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് V അജയ്കുമാർ ചുമതലയേറ്റു. 2022 ഒക്ടോബർ 22 തുടരന്വേഷണ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. തെളിവ് നശിപ്പിച്ചെന്ന കേസിൽ ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെയും പ്രതിയാക്കി.
2023 മാർച്ച് 24 വിചാരണ പൂർത്തിയാക്കാൻ 3 മാസം കൂടി സമയം വേണമെന്ന് വിചാരണ കോടതി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. 2023 ഓഗസ്റ്റിൽ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. അതിജീവിതയുടെ ആവശ്യപ്രകാരം ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഹാഷ് വാല്യൂ മാറിയത് അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. 2023 ഓഗസ്റ്റിൽ കേസിൽ 8 മാസം കൂടി നീട്ടി ചോദിച്ച് വിചാരണ കോടതി സുപ്രീം കോടതിയെ സമീപിച്ചു. 2024 മാർച്ച് 3 മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയെന്ന് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. വാദപ്രതിവാദങ്ങൾക്കിടെ വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടി പൾസർ സുനി നൽകിയ അപേക്ഷയിൽ കോടതി ജാമ്യം അനുവദിച്ചു. അതായത് കേസിൽ 7 വർഷത്തിന് ശേഷം പൾസർ സുനിക്ക് ജാമ്യം കിട്ടി, അതും കടുത്ത ഉപാധികളോടെ. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 261 സാക്ഷികളെയും 1700 രേഖകളും പരിശോധിച്ച കോടതി 2025 ഏപ്രിൽ 11 നടി ആക്രമിച്ച കേസിൽ വാദം പൂർത്തിയാക്കി. സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകൾ അടക്കമുണ്ടായ കേസ് ഇപ്പോൾ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച കേസിൽ ഏവരും ഉറ്റുനോക്കുന്ന വിധി നീതി തേടിയെത്തിയ ഒരു അതിജീവിതയ്ക്കുള്ള വിധിയല്ല, മറിച്ച് ഭയം കൊണ്ട് മാത്രം പുറത്തു പറയാൻ മടിക്കുന്ന ഒരേകായിരം അതിജീവിതമാർക്കുള്ള വിധി കൂടിയാണ്.